കുറച്ച് ആളുകളുടെ പേരെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ആദ്യം പ്രേക്ഷകരോടാണ് ഏറ്റവും വലിയ നന്ദി. അത് കഴിഞ്ഞാൽ ഞാൻ ശ്രീകണ്ഠൻ സാറിനോട് അങ്ങേയറ്റത്തെ നന്ദി പറയണം. മറ്റൊന്നും കൊണ്ടല്ല, ഈ പ്രൊജക്റ്റ് എന്നെ ഏൽപ്പിച്ചതിൽ ഒരു എന്താ പറയുന്നത്, നന്ദിയും എല്ലാം ഉണ്ട്, കടപ്പാടും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ആർട്ടിസ്റ്റുകൾ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, മുഴുവൻ ആർട്ടിസ്റ്റുകളും. ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം ആർട്ടിസ്റ്റുകളാണ്. പിന്നെ ഗ്രൂമിങ് ടീം, അതിൽ ശശാങ്കൻ ചേട്ടൻ, രാജേഷ് ചേട്ടൻ, അതുപോലെ തന്നെ ജോണേട്ടൻ, സനൂപ്, സുനിൽ വാളത്തുങ്കൽ, പ്രലോഭ്, ഞാൻ ആരുടെയും പേര് വിട്ടു, കുറച്ചേറെ ആളുകളുണ്ട്. പിന്നെ രജിച്ചേട്ടൻ, അതേപോലെ അക്ഷയ്, ഋതു, പിന്നെ എൻ്റെ അസോസിയേറ്റ് ഷമീം, പ്രൊഡക്ഷനിലെ ഓഡിയോ നോക്കുന്ന അമ്പാടി, ഇവരെല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു 3-4 പേരിൽ വന്ന് ഈ ഷോയുടെ എഡിറ്റേഴ്സായ നിജോ, അതുപോലെ ജീവൻ, ബിനിൽ, സുബീഷ് വയനാട്, പിന്നെ നാരായൺ ജി. പ്രൊഡക്ഷൻ ചെയ്ത് നമ്മളിത് കഴിയുമ്പം രാപകൽ ഇവരാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ എഡിറ്റേഴ്സായ രാജേഷ് കുമ്പളാമ്പുക, അനോജേട്ടൻ, പിന്നെ രഞ്ജിത്ത് വെട്ടത്ത്. അപ്പം അവരോടെല്ലാം ഉള്ള നന്ദി. ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ എൻ്റെ കൂടെ നിന്ന് DOPs 2 പേര്. ബിജു ചേട്ടനായിരുന്നു ആദ്യം ഇതിൻ്റെ DOP, ശേഷം പോളേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മുതിർന്ന DOPമാരിലെ ഒരാളാണ്. ഇവരെല്ലാവരും തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇത്രയും വലുതായത്. പിന്നെ ആർട്ടിലെ സൗമേഷ് ആൻഡ് ടീം, അവരുടെ പേര് എനിക്ക് എടുത്തു പറയണം. പിന്നെ വിസ്താര ടീം, അതിൽ ശ്രീരാഗ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ ടീം, പിന്നെ നമ്മുടെ പ്രൊഡക്ഷനിലെ ചേച്ചിമാർ, അതും എടുത്തു പറയേണ്ടതാണ്. പിന്നെ അവസാനം പറയേണ്ടതല്ല, ഓഡിയോ ടീം, ചാക്കോ, എല്ലാവർക്കും ഞാൻ നന്ദി പറയണം. ഞാൻ ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആർട്ട് പറഞ്ഞു, സൗമേഷ് ആൻഡ് ടീം. അതുപോലെ തന്നെ രാജേഷിൻ്റെ മേക്കപ്പ് ടീം, അത് ഒരു കോമഡി പരിപാടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ടീമാണ് മേക്കപ്പ് ടീം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടി വണ്ടി ഓടിക്കുന്ന ആളുകൾ, നമുക്ക് ഭക്ഷണം തരുന്ന ആളുകൾ, എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ്യൂമും നമ്മുടെ ലൈറ്റ് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഈ പരിപാടിയെ സംബന്ധിച്ച് നെടുന്തൂണായ ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അപ്പം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ശരത്തും, അവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു ഈ സ്റ്റാഫിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ അവരുടെ ഒരു എനർജി, ഒരു എഫിഷ്യൻസി, അവരുടെ ഒരു കൂട്ടായ്മ. എങ്ങനെ അവരെ പുകഴ്ത്തിയാലും എനിക്ക് മതിയാവത്തില്ല. നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ സ്വന്തം, നമ്മുടെ ഫ്ലവേഴ്സിന്റെ, നമ്മുടെ 24-ന്റെ. മീനാക്ഷി, ഇനിയിപ്പോ നമുക്ക് ആഘോഷത്തിന്റെ സമയമാണ്. നമുക്കിനി ഐറ്റം ഫുൾ ആർട്ടിസ്റ്റുകളെ നമുക്കിവിടെ കൊണ്ടുവരുന്നു. വിത്ത് കേക്ക്. അതിനിടയിൽ നമുക്ക് ഒരാളെയും കൂടെ ഇങ്ങോട്ട് വിളിക്കാനുണ്ട്. ഏറ്റവും മികച്ച ഹാസ്യ അഭിനേതാവിനുള്ള അവാർഡ് നേടിയ പോൾസൺ ചേട്ടനെ കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. പോൾസൺ ചേട്ടാ, പ്ലീസ് കം ഓൺ ടു ദി ഫ്ലോർ. അതുപോലെ തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതുപോലൊരു അവസരം എനിക്ക് തന്ന ഫ്ലവേഴ്സ് ടിവിയിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മൾ വിശ്വസിച്ച് എപ്പോഴും വിളിച്ച് സ്കിറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ ഡയറക്ടർ അർജുൻ സാറിനാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ്. എന്നെക്കാളും കഴിവുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ ഒപ്പത്തിനാണ് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത്. അതിനിടയിൽ നിന്ന് എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാസി ഞാനും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് 27 വർഷമായി. അപ്പോൾ 2 വർഷത്തിന് മുമ്പ് ബാസിക്ക് സംസ്ഥാന അവാർഡ് കിട്ടി. ഈ വർഷം എനിക്കും കിട്ടി. പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു അവാർഡ് കിട്ടും? എന്തായാലും ബാസി ചേട്ടന് കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ പോൾസൺ ബാസി എന്നാണല്ലോ നിങ്ങൾ അറിയപ്പെടുന്നത് തന്നെ. എന്നെ അർജുൻ സാറാണ് വിളിച്ചിട്ട് പറഞ്ഞത് അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ എന്ന് പറഞ്ഞു. ഞാനത് വലിയ ശ്രദ്ധ കൊടുത്തില്ല. കാരണം എന്താ, എനിക്ക് ഇപ്പോൾ സംസ്ഥാന അവാർഡ് കിട്ടുമെന്ന് അങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഫ്ലവേഴ്സിൻ്റെ അവാർഡ്. പക്ഷേ എന്നെ വിളിച്ചില്ലല്ലോ, ഫംഗ്ഷൻ കഴിയുകയും ചെയ്തു. പിന്നെ എന്തോ അവാർഡാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെമി ഇവിടുന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആണോ ഒരു ഫോട്ടോ അയക്കണം. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വേറൊരാളെന്നെ വിളിച്ചു. അഭിനന്ദനം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് പഠിക്കണമല്ലോ. കോള് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിസിറ്റായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇന്ന സംഭവമാണ് കിട്ടിയത്. ഉടനെ പിന്നെ സാറ് പിന്നെ വീണ്ടും വിളിച്ചു, വിശ്വസിക്കൂ അവാർഡ് കിട്ടി, സംസ്ഥാന അവാർഡാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സ്കിറ്റുകൾ ചെയ്യുന്നതിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുള്ള ഒരു പ്രോഗ്രാമാണിത്. അതിനിടയിൽ നിന്ന് എനിക്ക് കിട്ടിയതിൽ ഇവരുടെ എല്ലാം സപ്പോർട്ടുണ്ട്. കാരണം നമ്മൾ സ്കിറ്റ് ചെയ്യുമ്പോൾ ഈ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മുടെ റൂമിൽ വരും. സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി താങ്ക്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ ഈ ഒരു വേദി ഇൻകംപ്ലീറ്റ് ആണ് എന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്താലോ? തീർച്ചയായിട്ടും. ഇത് ഐറ്റം വേരുടെ എൻറ്റയർ ടീം ഓഫ് ആർട്ടിസ്റ്റുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒപ്പം ഫുൾ ക്രൂവിനെ കൂടി വെൽക്കം ചെയ്യാണ്. നമ്മുടെ എല്ലാ ക്രൂ മെമ്പേഴ്സും നമ്മളൊന്ന് ജോയിൻ ചെയ്യണം.
അപ്പോൾ സംസ്ഥാന ടെലിവിഷൻ അവാർഡ്സിന്റെ ഈ ഒരു പുരസ്കാര നിറവിൽ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ നിൽക്കുന്ന ഈ നിമിഷം നമുക്കൊന്ന് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചാലോ? കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളെല്ലാരും മധുരം പങ്കിട്ടു, നമ്മുടെ സന്തോഷം പങ്കിട്ടു. അപ്പൊ നമുക്കിനി ബാക്ക് ഓൺ പരിപാടിയിലേക്ക് തുടങ്ങിയാലോ? ബിഗ് താങ്ക്സ് പ്രേക്ഷകർക്ക്, ഒരു ഓഡിയൻസിനാണ് ഞങ്ങൾ വലിയൊരു താങ്ക്സ് പറയുന്നത്. ഞങ്ങൾ ഇത്രയും കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്ത് ഈ ഷോ ഒരു സ്റ്റേറ്റ് അവാർഡും ഇതിൽ ബെസ്റ്റ് ഡയറക്ടർക്കും ബെസ്റ്റ് കൊമേഡിയനുമുള്ള ഒരു അവാർഡ് ഞങ്ങൾക്ക് വാങ്ങി തന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്ക് തന്നെ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ വിനാശ്? തുടങ്ങാം. നമ്മുടെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള ഒരു വിജയമാണ്. അപ്പൊ ഇനി ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. താങ്ക് യു സോ മച്ച്.